പണ്ട് കെ കരുണാകരനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളെപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ, ഈ നെഗറ്റിവിറ്റിയെ എങ്ങനെ കാണുന്നുവെന്ന്. പതിവ് സ്റ്റൈലിൽ ഒന്ന് കണ്ണിറക്കി ലീഡർ പറഞ്ഞു, നെഗറ്റീവായാലും പോസിറ്റീവായാലും പബ്ലിസിറ്റിയല്ലേ, അത് നല്ലതാണ്, രണ്ടും ഒരാളെ വളർത്തുമെന്ന്. ലീഡർ കെ കരുണാകരൻ അന്ന് പറഞ്ഞതിൻ്റെ ബിസിനസ് ഓൾട്ടർനേറ്റീവാണ് ഇന്ന് നടി ഹണി റോസിനെ ലൈംഗികമായി ആക്ഷേപിച്ചതിൻ്റെ പേരിൽ കസ്റ്റഡിയിലായ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ. ഒരു കാലത്ത് സൈബർ ലോകത്ത് നിരന്തരം നെഗറ്റീവ് കമൻസും തെറിവിളികളുമായിരുന്നു ഈ ജ്വല്ലറി മുതലാളിക്ക് നേരെ ഉണ്ടായിരുന്നത്. എന്നാൽ പതിയെ പതിയെ അയാൾ സ്വയം ഒരു ബ്രാൻഡായി മാറി. സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഗവേഷണം ചെയ്യേണ്ടവർ ശരിക്കും പഠിക്കേണ്ട ജീവിതമാണ് ഈ ബോച്ചെയെന്ന് ആരാധകർ വിളിക്കുന്ന സ്വയം പ്രഖ്യാപിത നന്മ മരത്തിൻ്റേത്. വന്നു ആരെക്കുറിച്ചും എന്ത് വഷളത്തരവും പറയാനുള്ള ലൈസൻസ് തനിക്കുണ്ട് എന്നാണ് ബോച്ചെ കരുതുന്നത്. പക്ഷേ മോശമായ നാക്ക് ഇപ്പോൾ അയാളെ ചതിച്ചു. നടി ഹണി റോസ് കൊടുത്ത സൈബർ അധിക്ഷേപ പരാതിയിൽ ബോബി കസ്റ്റഡിയിലായിരിക്കുകയാണ്. വി.എസ്. അച്യുതാനന്ദൻ പോലും ശ്രമിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തിടത്താണ് ഒരു നടി വിജയിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് 2004 ഓഗസ്റ്റിൽ ഹണി റോസ് എത്തിയതോടെയാണ് അവരുടെ കഷ്ടകാലം തുടങ്ങിയത്. ബോബി തൻ്റെ പതിവ് വഷളൻ രീതിയിലാണ് അന്ന് ഈ നടിയോട് പ്രതികരിച്ചത്. കണ്ണൂർ ആലക്കോടുള്ള ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറി ഇന്റർനാഷണൽ ഉദ്ഘാടന ചടങ്ങിലാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അശ്ലീല പരാമർശമുണ്ടായത്. ഹണി റോസിനെ അവരെ കാണുമ്പോൾ ഒരു പുരാണ കഥാപാത്രമായി എനിക്ക് ഓർമ്മ വരുന്നു എന്ന ഒരു ഏബ്യൻ തമാശ പറഞ്ഞായിരുന്നു ഉദ്ഘാടന ചടങ്ങിലേക്ക് നടിയെ ബോബി ചെമ്മണ്ണൂർ സ്വാഗതം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം നടി ജ്വല്ലറി സന്ദർശിക്കവേ നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ചുറ്റും കറക്കുകയും ഇവിടെ നിൽക്കുമ്പോൾ മാലയുടെ മുൻഭാഗം മാത്രമേ കാണൂ, മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നും പറയുന്നു. ഈ ആഭാസത്തിനെതിരെ അന്ന് തന്നെ നിരവധി ആളുകൾ അതിശക്തമായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. എന്നാൽ ബോബി തൻ്റെ അശ്ലീല പരാമർശങ്ങൾ തുടരുകയായിരുന്നു. അതിനുശേഷം ബോച്ചെ ടീമുമായി ഇനി സഹകരിക്കേണ്ട എന്ന് ഹണി റോസ് തീരുമാനിക്കുന്നു. അതിനുശേഷമാണ് അവർക്ക് ബോച്ചെ ഫാൻസിൻ്റെ സൈബർ ആക്രമണം ശക്തമായത്. സഹികെട്ടതോടെ അവർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ബോച്ചെ കുടുങ്ങിയത്. പക്ഷേ തീർത്തും അസാധാരണം തന്നെയാണ് ബോച്ചയുടെ ജീവിതം. സ്വർണ്ണ വ്യാപാര രംഗത്ത് ദീർഘകാല ചരിത്രമുള്ള ചെമ്മണ്ണൂർ കുടുംബത്തിലാണ് ബോബി ജനിച്ചത്. ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി എന്നാണ് മുഴുവൻ പേര്. തൃശ്ശൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് കൊമേഴ്സാണ് പഠിച്ചത്. പോണി ടെയിലൊക്കെ കെട്ടി ജീൻസും ഷർട്ടുമൊക്കെയായി നടന്നൊരു കാലം ബോച്ചയ്ക്കുണ്ടായിരുന്നു. അപ്പാപ്പൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനായാണ് ഇപ്പോൾ കാണുന്ന കഴുത്തില്ല ലോഹയുടെ വിചിത്രവേഷം പരീക്ഷിച്ചത്. അതും ഇപ്പോൾ ട്രോളാവുകയാണ്. ജയിലിൽ ബോച്ചയ്ക്ക് പ്രത്യേകം ഡ്രസ്സ് വേണ്ടെന്നും നമ്പർ കുത്തിയാൽ മതിയെന്നുമാണ് ട്രോളർമാർ പറയുന്നത്. വീട്ടിലിട്ടു തുടങ്ങിയ വേഷം പിന്നീട് സ്ഥിരമാക്കുകയായിരുന്നു. പുറത്ത് ഈ രൂപത്തിൽ പോയി തുടങ്ങിയപ്പോൾ ചിലരൊക്കെ കളിയാക്കി, മറ്റു ചിലരൊക്കെ അഭിനന്ദിച്ചിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഈ വേഷം ബോബിയുടെ സ്റ്റാമ്പിംഗ് യൂണിക് ഡ്രസ് കോഡായി മാറി. പഠനത്തിൽ ഉഴപ്പായിരുന്നുവെങ്കിലും ചെറുപ്പം മുതലേ കുടുംബ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ചേർന്നാണ് ബോബി ചെമ്മണ്ണൂർ തൻ്റെ കരിയർ ആരംഭിച്ചത്. ബോബി പറയുന്നത് 1980കളുടെ തുടക്കത്തിൽ അദ്ദേഹം ബിസിനസ് ഏറ്റെടുക്കുകയും നിരവധി നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇന്ന് ജ്വല്ലറി, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, ധനകാര്യം എന്നിവയിൽ താൽപ്പര്യമുള്ള ഒരു ബിസിനസ് കൂട്ടായ്മയായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. പ്രമോഷണൽ പരിപാടികൾക്കായി അർജന്റീനിയൻ ഫുട്ബോൾ താരം ഡീഗോ മറഡോണയെ ഇന്ത്യയിലെത്തിച്ചും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി. ജ്വല്ലറി ബിസിനസ്സിനപ്പുറം ബോബി ചെമ്മണ്ണൂർ മറ്റ് പല വ്യവസായങ്ങളിലേക്കും വ്യാപിച്ചു. ഓക്സിജൻ റിസോർട്ട് ശൃംഖലയും ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡും സ്ഥാപിച്ചു. ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം, അധംസ്ഥിതർക്കുള്ള പാർപ്പിടം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ബോബി ചെമ്മണ്ണൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. മെഡിക്കൽ ക്യാമ്പുകൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് ട്രസ്റ്റ് ഫണ്ട് ചെയ്തിട്ടുണ്ട്. മീഡിയയുടെ സാധ്യത ഇത്രയേറെ ഉപയോഗിച്ച ബിസിനസ്മാൻ വേറെയില്ല.
ആരെ നിങ്ങൾ വിടാതെ പിന്തുടർന്ന് തെറിവിളിക്കുകയും ട്രോളുകയും ചെയ്യുന്നുവോ അവർ വളരും. സോഷ്യൽ മീഡിയയുടെ ആ വിചിത്ര തത്വം മുതലെടുത്തവരാണ് സന്തോഷ് പണ്ഡിറ്റ് മുതൽ ബോച്ചെ വരെയുള്ളവർ. ഇതിൽ അക്കാദമിക പഠനങ്ങൾ പോലും വന്നിട്ടുണ്ട്. ആദ്യത്തെ പരിഹാസം കഴിഞ്ഞപ്പോൾ ബോബിയുടെ റോൾസ് റോയ്സ് കാർ അടക്കം സാധാരണക്കാരൻ്റെ സ്നേഹമായി. ഓരോ ബിസിനസ്സുകാരനും തൻ്റെ ബ്രാൻഡ് നെയിം ആളുകളുടെ ഉള്ളിലെത്തിക്കാൻ വർഷങ്ങളോടെ പ്രയത്നിച്ച് കോടികൾ മുടക്കി ലോഗോയും പ്രോഡക്റ്റ് മാർക്കറ്റും ചെയ്യുമ്പോൾ ബോച്ചെ സോഷ്യൽ മീഡിയയിലൂടെ 10 പൈസ മുടക്കില്ലാതെ അത് സ്വയം ചെയ്യും. തൃശൂർ പൂരത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ലൈംഗിക അധിക്ഷേപ പരാമർശത്തിനെതിരെ സംവിധായകൻ ജിയോ ബേബി അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ഒരു കാലത്ത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ പരാമർശം വലിയ വൃത്തികേട് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് ഈ വൃത്തികേടിന് കൈയടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നറിയുന്നതാണ്. തങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നും പീഡനമാണ് എന്നുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരം മനുഷ്യരാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ബോബി ചെമ്മണ്ണൂർ ഒരു സാമൂഹിക ദുരന്തമാണ്. അയാളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള മനുഷ്യരാണ് ഇവിടെ കൂടുതലുള്ളത്. അങ്ങനെയുള്ളവരുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാരിന് എന്തു ചെയ്യാൻ പറ്റും? സമൂഹത്തിൻ്റെ വിവിധ തലത്തിലുള്ളവർക്ക് എന്തെല്ലാം ഇടപെടൽ നടത്താൻ പറ്റും എന്നതാണ് പരിശോധിക്കേണ്ടത് എന്ന് ജിയോ ബേബി പറഞ്ഞിരുന്നു. ഈ വഷളത്തരങ്ങളെയെല്ലാം കൈയടിച്ചും കമൻ്റടിച്ചും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫാൻസിനെയും ബോച്ചയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഹണി റോസിൻ്റെ പരാതിയിൽ ഈ സൈബർ ആഭാസന്മാരും കുടുങ്ങിയിരിക്കുകയാണ്. പണമുള്ളവന് എന്തും ചെയ്യാമെന്ന ഹുങ്കാണ് ബോബി പിടിയിലാവുന്നതോടെ ഇല്ലാതാവുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് ബോച്ചയോട് പറയാൻ കേരളത്തിലെ ഒരു സാംസ്കാരിക നായകനും നാവ് പൊതിയിരുന്നില്ല. അങ്ങനെ അശ്ലീലം പറഞ്ഞ് പന പോലെ വളർന്നതിൻ്റെ ദുരന്തമാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നിട്ടും ഒരാൾക്കും ബോച്ചയുടെ രോമത്തെ പോലും തൊടാൻ ആയിട്ടില്ല. അവിടെയാണ് ഹണി റോസ് എന്ന നടിയുടെ പ്രസക്തി.